ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞിരുന്നത്. അതിനകത്ത് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്ത 1-2 കംപ്ലയിൻസിലൊന്നും മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് ഷോക്കപ്സിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട്, എൻജിൻ സൗണ്ട്, സെൽഫ് ചെക്കപ്പ്, ചെയിൻ ടൈറ്റ്, ബ്രേക്ക്, ഓയിൽ ചേഞ്ച്, ഗിയർ സൗണ്ട്, അങ്ങനെ 1-2 വർക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്ക് ഈ സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും. അതേപോലെ ചെയിൻ സ്പോക്കറ്റ് മാക്സിമം വലിച്ച് അതിൻ്റെ അഡ്ജസ്റ്റിങ് പരമാവധി കഴിഞ്ഞാണ്. കമ്പനി കിറ്റല്ല, ചെയിൻ കിറ്റ് ഒറിജിനൽ അല്ല കിടക്കണേ, ഇത് വേറൊരു ബ്രാൻഡാണ് കിടക്കണേ. എന്നാൽ പോലും നമുക്കത് ടൈറ്റ് ചെയ്യാനില്ല. ഒന്നുപോലെ നമുക്കത് മാറ്റിയിടണം, അല്ലെങ്കിൽ അതേ രീതിയിൽ ഇപ്പം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നിലനിർത്തണം. ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചൊക്കെയുണ്ട്. എയർ ഫിൽറ്റർ ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ. നമുക്ക് തീരെ മോശാവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല. നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി 2022 മോഡൽ ബാറ്ററിയാണ് ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 7 ആമ്പിയർ വരുന്ന ബാറ്ററിയാണ്. ബാറ്ററി കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.92 റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ടാവും. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിച്ചത് കേട്ടോ. അതായത് ഓക്കെ സിമ്പിളാണ് തെളിഞ്ഞാണേ. നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സെൽഫിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് മോട്ടറിൻ്റെ കാർബണാണ് തേയ്മാനം വന്ന് പോയേക്കണേ. അത് നമ്മൾ ഓരോ പ്രാവശ്യം സെൽഫ് അടിക്കുമ്പോഴും തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബ്രഷ് ഈ സൈഡിലും വന്നിട്ടുണ്ട്. അത് ഓരോ പ്രാവശ്യം നമ്മൾ സെൽഫ് അടിക്കുന്നതിനനുസരിച്ച് തേയ്മാനം വന്നിട്ട് അത് ഫുള്ളായിട്ട് തേഞ്ഞ് പോയേക്കണം. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഈ ആർമേച്ചർ യൂണിറ്റിനും ഈ പറഞ്ഞ രീതികളെ ചെറിയൊരു തേയ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെൽഫ് ഇപ്പോൾ ബ്രഷ് മാറ്റി റീസെറ്റ് ചെയ്താലും സെൽഫ് അടിക്കുന്ന സമയത്ത് ഒരു മൂളിച്ച സൗണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. സെൽഫ് വർക്ക് ചെയ്യും, പക്ഷേ സെൽഫ് മോട്ടർ ആ സെൽഫ് അടിക്കുന്ന സമയത്ത് ഒരു മൂളിച്ച ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് തേയ്മാനം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ കംപ്ലയിൻറ്റ് വരാം. കംപ്ലയിൻ്റ് അല്ല, ആ സൗണ്ട് കാണിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഓടിച്ച് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്തു നിന്ന് സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് കോൺ ലൂസായേക്കണേൽ ഒരു ചെറിയ സൗണ്ട് ഉള്ളൂ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അത് നമ്മൾ ആ രീതിയിൽ ക്ലിയർ ചെയ്തിടാം. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, കേബിൾ പോയേക്കണതാണ്. ആ സ്പീഡോമീറ്റർ കേബിൾ മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ മീറ്ററിൻ്റെ പെട്രോൾ മീറ്റർ, ഫ്യൂൽ മീറ്റർ വന്ന ഭാഗത്ത് അതിൻ്റെ ഉള്ളിലുള്ള പാർക്ക് ബൾബ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ആ ടൈലിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് പോയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കൊരു ബൾബ്, ചെറിയ ടൈപ്പ് ബൾബ് വന്നു. അത് നമുക്ക് അഴിച്ച് മാറ്റിയിടാം. അല്ലെങ്കിൽ നൈറ്റ് ഈ ഓടുന്ന സമയത്ത് നമുക്ക് ആ ഡിസ്പ്ലേ കൃത്യമായിട്ട് കാണാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്ന ഒരവസ്ഥയിലാണ്. ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഫുള്ള് തീർന്നു. ഈ ലൈനൊക്കെ മാഞ്ഞു തുടങ്ങി. എന്തായാലും നമുക്ക് അടുത്ത സർവീസ് വരെ കിട്ടില്ല. കാരണം ഇതിപ്പോൾ ഇതും കൂടി തേഞ്ഞ് കഴിഞ്ഞാൽ മെറ്റൽ പ്ലേറ്റ് ആയിരിക്കും ഡിസ്കിന് കയറി പിടിക്കാം. അപ്പോൾ നമുക്കത് മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ അതേപോലെ എൻജിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ഓയിലാണ് കിടക്കണത് അതിനകത്ത്. അപ്പോൾ അത് ഓയിൽ വേറെ ഒന്നും ചെയ്യേണ്ട, അതങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതി. സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗ് നല്ല പ്ലഗ് കിടക്കണേ, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താണ്. പിന്നെ സെൽഫ് മോട്ടറിൻ്റെ AC പറഞ്ഞ രീതി നമ്മളൊന്ന് അഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേറെ അങ്ങനെ ഓടിച്ച് നോക്കുമ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള മിസ്സിങ് പ്രോബ്ലമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കാർബറേറ്റർ നമ്മളിപ്പോൾ അഴിക്കുന്നില്ല. കാരണം കാർബറേറ്റർ അഴിക്കാന്ന് പറഞ്ഞാൽ ജനറൽ സർവീസിൽ വന്നതല്ല, നമ്മൾ അഡീഷണൽ നമുക്ക് അതിന് പേയ്മെൻറ്റ് വരും. ഏകദേശം നമുക്കൊരു 350 തുടങ്ങി 500 ഉള്ളിൽ നമുക്ക് അതിന് റേറ്റ് വരാം. അതായത് കാർബറേറ്റർ ക്ലീനർ വരും, അഴിച്ചിട്ടുള്ള ജെറ്റുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്, അങ്ങനെ ചെറിയ ബ്ലോക്കേജ് അങ്ങനെ എന്തെങ്കിലും കിട്ടി നമുക്ക് ജെറ്റ് മാറ്റി ഇടേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചാർജ് അടക്കം വരുമ്പോൾ ഏകദേശം ഒരു 500 നമുക്ക് കോസ്റ്റ് വരും. ഇനി അതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്താൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ കാർബറേറ്റർ ക്ലീനറിൻ്റെയും ഫിറ്റിംഗ് ചാർജ് എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ഒരു 300-350 നമുക്ക് അതിന് ചിലവ് വരുന്ന കേസാണ്. പ്രത്യക്ഷത്തിൽ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ ഇപ്പോൾ ആദ്യത്തെ എസ്റ്റിമേറ്റിൽ നമ്മളത് പെടുത്തുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ എൻജിൻ സൗണ്ട് വേരിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് യാതൊരു കംപ്ലയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്യണില്ല. പിന്നെ നമുക്ക് എൻജിൻ ഹീറ്റ് ആകുമ്പോൾ ഈ ഹെഡിൻ്റെ ഈ ഭാഗത്തുനിന്ന് വാൽവ് ഗൈഡിൻ്റെ തേയ്മാനത്തിൻ്റേതായിട്ടുള്ള ചെറിയൊരു സൗണ്ട് ഉണ്ട്. അത് 100% കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടില്ല. അത് നമുക്ക് എപ്പോഴെങ്കിലും എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിക്കണ കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് വിടേണ്ട ആവശ്യമുള്ളൂ. തൽക്കാലം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ അതേപോലെ തന്നെ ടെൻഷനർ ഇതൊക്കെ മാറ്റി പുതിയത് വെച്ചേക്കണതാണ്. ടെൻഷനറിൻ്റെ അല്ല നിലയിൽ വാൽവ് ഗൈഡിൻ്റെ അത് ഹീറ്റിങ് വരുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുക. കൂടുതലായിട്ട് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് മേജറായിട്ടുള്ളൊരു പ്രോബ്ലം ഒന്നും പറയാനില്ല, ചെറിയൊരു സൗണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതേപോലെ
സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ.